Hi friends, Veg and More's പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഇൻഡോ ചൈനീസ് ഡിഷ് ആണ്. വെജിറ്റബിൾ മഞ്ചൂരിയൻ. സാധാരണ ചൈനീസ് ഡിഷ് ഒക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോകണം അല്ലേ? പക്ഷേ ഹോട്ടലിൽ കിട്ടുന്നതെങ്കിലും നല്ല സ്റ്റൈലായിട്ട് നമുക്ക് വെജിറ്റബിൾ മഞ്ചൂരിയൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു ക്ലീൻ ഗ്ലാസ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത് 1/2 കപ്പ് ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞതാണ്. 1/2 കപ്പ് ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞത്, 1/2 കപ്പ് സവാള പൊടിയായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാനിതിപ്പോൾ ചതച്ചെടുത്തിട്ടേ ഉള്ളൂ, 1 ടീസ്പൂൺ റെഡ് ചില്ലി പേസ്റ്റ്, 1 ടീസ്പൂൺ സോയാ സോസ്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 കപ്പ് കോൺഫ്ലോർ, 1/4 കപ്പ് മൈദ. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വീതം മൈദയും കോൺഫ്ലോറും വീണ്ടും ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ ഫുഡ് പ്രോസസ്സറിലാണ് ഈ വെജിറ്റബിൾസ് എല്ലാം ചോപ്പ് ചെയ്തെടുത്തത്. അപ്പോൾ തീരെ പൊടിയായിട്ട് എനിക്കതുകൊണ്ട് അരിഞ്ഞെടുക്കാൻ പറ്റി. നിങ്ങൾക്ക് കൈകൊണ്ടും ചെയ്യാം. ഇതിപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഷേപ്പും നല്ലവണ്ണം ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നമുക്കിതിനെയെല്ലാം ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾ ബോൾസ് എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ചീനിച്ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ വെജിറ്റബിൾ ബോൾസ് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾ ബോൾസ് നമ്മൾ തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കണം. അങ്ങനെ എല്ലാ ഭാഗവും നല്ലോണം മൂത്ത് കിട്ടണം. നമ്മുടെ വെജിറ്റബിൾ ബോൾസ് ഇവിടെ നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ കോരിയെടുക്കാം. ബാക്കിയുള്ള വെജിറ്റബിൾ ബോൾസും ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കണം. തവ ചൂടായി കഴിയുമ്പോൾ തവയിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയും 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് സ്പ്രിംഗ് ഓണിയൻ ബൾബ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്. ഒരു 2 പച്ചമുളക്, ഇനി ഞാൻ സോസുകൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഫ്ലെയിം ഒരല്പം കുറയ്ക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 2 ടീസ്പൂൺ സോയാ സോസ്, ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിൽ കലർത്തിയതാണ്. ഇത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ വെജിറ്റബിൾ ബോൾസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ മഞ്ചൂരിയൻ ബോൾസ് ഗ്രേവിയിൽ നല്ലവണ്ണം കോട്ട് ചെയ്തെടുക്കണം. ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻസ് ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇളകി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്